ാണ് സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു. എന്നാൽ പലയിടത്തും വെള്ളക്കെട്ടിലും മഴ ദുരിതവും രൂക്ഷമാണ്. വയനാട്ടിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കക്കയത്താണ്. 984 മില്ലിലിറ്റർ മഴയാണ് കക്കയത്ത് ലഭിച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, മഴ ഇപ്പോൾ കൊച്ചിയിൽ മഴയുടെ സാഹചര്യം ഇല്ല എന്ന് ഇന്നലെ തന്നെ ഡാനി സൂചിപ്പിച്ചിരുന്നു. പക്ഷേ മറ്റിടങ്ങളിൽ എങ്ങനെയാണ് ഒരു മഴ സാധ്യതയും സാഹചര്യവും ഒക്കെ? എൽദോ, മഴയ്ക്ക് കുറച്ച് ശമനം ഇവിടെ മധ്യ കേരളത്തിലേക്ക് പൊതുവെ എടുക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. മറ്റിടങ്ങളിൽ വടക്കൻ കേരളത്തിലടക്കം മഴ സാന്നിധ്യം തുടരുന്നു എന്ന് തന്നെയാണ്. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ആശ്വാസം ഈ മഴയ്ക്ക് ലഭിക്കുന്നുവെന്ന് തന്നെയാണ്. പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശക്തമായ മഴയായിരുന്നു. 2 ദിവസങ്ങൾ മുൻപ് തന്നെ മധ്യ കേരളത്തിൽ പൊതുവെ ലഭിച്ചിരുന്നെങ്കിൽ ഇന്നേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു ശക്തി കുറഞ്ഞിട്ടുണ്ട്. പലതും യെല്ലോ അലർട്ടിലേക്കെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ മാറിയിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലേക്കെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഇടുക്കിയിൽ തുടർന്ന ശക്തമായ മഴയിലെല്ലാം തന്നെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. തൃശ്ശൂരിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു അളവും തോതും എല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസം പൊതുവിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. കാരണം പലയിടത്തും അനുഭവപ്പെട്ടിരുന്ന വെള്ളക്കെട്ട്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചധികം വളരെയധികം തന്നെ അത് കുറഞ്ഞിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പലയിടങ്ങളും തുറന്നെങ്കിലും പലർക്കും ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ പൊതുവിൽ എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പുതിയ ന്യൂനമർദ്ദ പാത്തിയെല്ലാം രൂപപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസിലുണ്ടായിരുന്നത് പോലെ വലിയ രീതിയിലുള്ളൊരു മഴ ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല. ഈ രണ്ടാമത്തെ ന്യൂനമർദ്ദ പാത്തിയെക്കുറിച്ച് പറയുമ്പോൾ അതിന് നിലവിലെ ഒരു സാഹചര്യം ഇതാണ്. ഒരുപക്ഷെ അത് പിന്നീട് അതിന് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും എറണാകുളത്തേക്ക് വരുമ്പോൾ 2 ദിവസമായി, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മഴ വളരെയധികം കുറവുണ്ട്. ഇന്നലെയുമില്ല, ഇന്നും തെളിഞ്ഞ അന്തരീക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന മഴയുടെ ഒരു ദുരിതങ്ങൾ അത് എപ്പോഴും തുടരുന്നുണ്ട്. തുടക്കത്തിൽ അത് സൂചിപ്പിച്ചതുപോലെ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ആദ്യ ദിവസങ്ങളിൽ സൃഷ്ടിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആളുകൾ അതിൽ നിന്ന് കരകയറി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം വീടുകളെല്ലാം തന്നെ പലയിടങ്ങളിലും തകർന്നിരുന്നു. 71ഓളം വീടുകൾക്ക് ഭാഗികമായിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരങ്ങൾ വീണുമെല്ലാമാണ് പലയിടത്തും ഈ ബുദ്ധിമുട്ടുകളുണ്ടായത്. അപ്പോൾ അതെല്ലാം അറ്റകുറ്റപ്പണികളും അതോടൊപ്പം തന്നെ അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നു വരേണ്ടിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഈ പള്ളിക്കരയിൽ മണ്ണിടിഞ്ഞുണ്ടായ ഒരു അപകടം. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. അവിടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ആ ഒരു ശുചീകരണ കാര്യങ്ങളിലെല്ലാം തന്നെ പങ്കെടുത്തു എന്നതെല്ലാം ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ അടിയന്തരമായിട്ട് സഹായം എത്തിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചിട്ടുണ്ട്. വീട് പുനർനിർമ്മിക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങളും സഹായങ്ങളും എല്ലാം തന്നെ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന്, കാറ്റിലും മഴയിലും ഉണ്ടായ ആ ഒരു കെടുതികളിൽ നിന്ന് മാറി വരുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എറണാകുളം ജില്ലയിൽ ഒരു ക്യാമ്പ് മാത്രമേ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുള്ളത്. ഒരു ദിവസം പോലും നീണ്ടു നിന്നില്ല. വെള്ളം ഇറങ്ങിയപ്പോൾ അവർക്ക് കുടുംബങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് സാധിച്ചിരുന്നു. ഇടുക്കിയിലെല്ലാം ലഭിക്കുന്ന കനത്ത മഴ മൂലം ആദ്യഘട്ടങ്ങളിൽ പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് അതിശക്തമായ രീതിയിലേക്ക് വന്നിരുന്നു. അതൊരു മുന്നറിയിപ്പിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക്, വെള്ളപ്പൊക്ക മുന്നറിയിപ്പിൻ്റെ സാഹചര്യത്തിലേക്കൊന്നും ഒരു ഘട്ടത്തിലും എത്തിയിരുന്നില്ലെങ്കിൽ കൂടിയും അതൊരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് അത്തരം വാർത്തകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം പെരിയാറിലെ ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുന്ന ഒരു രീതിയിലേക്ക് വന്നുവെങ്കിലും പിന്നീട് അതിൽ കുറച്ചിലുകൾ സംഭവിച്ചു. പക്ഷേ ഇവിടെ നിന്നും ആരെയും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിരുന്നില്ല. സാധാരണഗതിയിൽ വെള്ളം ഉയരുമ്പോൾ ഏലൂർ അടക്കം, ബോസ്കോ കോളനി അടക്കമുള്ള മേഖലകൾ വെള്ളക്കെട്ടിലെ അടക്കം ഒരു പിടിയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട്. വെള്ളക്കെട്ട് അല്ല, വെള്ളം വീട്ടിലേക്ക് ഇരച്ചു കയറുന്ന രീതിയിലേക്കാണ് അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ ഇത്തവണ അതിനൊരു സാഹചര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഓപ്പറേഷൻ വാഹിനി അടക്കമുള്ള പദ്ധതികൾ വലിയൊരു അളവിൽ ഈ ഘട്ടത്തിൽ സഹായിച്ചു എന്ന് തന്നെയാണ്. ഈ ഒരു ന്യൂനമർദ്ദം മറികടക്കുന്നതിന്, വെള്ളം ഒഴുകി പോകുന്നതിനെല്ലാം തന്നെ സഹായിച്ചു. കൊച്ചി നഗരത്തിൽ എവിടെയും കാര്യമായ രീതിയിലല്ല, ഒട്ടും തന്നെയും വെള്ളക്കെട്ട് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. മൺസൂണിൻ്റെ തുടക്കത്തിലുണ്ടായ അതിശക്ത മഴയിൽ പലപ്പോഴും മേഘവിസ്ഫോടനം എന്നെല്ലാം സംശയിക്കുന്നൊരു സാഹചര്യങ്ങളിലെല്ലാം 2 തവണയും ഈ അടുത്തിടെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട നഗരത്തിൻ്റെ പല ഭാഗങ്ങളും പൂർണ്ണമായും വെള്ളക്കെട്ടിന് പിടിയിലാവുന്ന, ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതി പോലും ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴേക്ക് വരുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒന്നും എവിടെയും നഗരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം
ജില്ലയുടെ തീരമേഖലകളിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നു എന്നതാണ്. കാരണം കടലാക്രമണം അതിന് ഒരളവ് പോലും കുറവില്ലാത്ത രീതിയിൽ തന്നെയാണ് കണ്ണമാലിയിലും എടവനക്കാട്, വൈപ്പിൻ, നായരമ്പലം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഉള്ളത്. അവിടെ ജിയോ ബാഗ് സംവിധാനം ഒരുക്കിക്കൊണ്ട് താൽക്കാലിക പ്രതിരോധങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ കാര്യമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതെ ഈ ന്യൂനമർദ്ദപാത്തി കടന്നു പോകുന്നു എന്നത് തന്നെ ഒരു ആശ്വാസകരം തന്നെയാണ്. ജില്ലയിൽ ഇന്ന് പൊതുവിലും തെളിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. എങ്കിലും കിഴക്കൻ മേഖലകളിൽ മണ്ണിടിച്ചിലിൻ്റെ ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്യുന്ന മഴ അത് വെള്ളം എല്ലാം തന്നെ മണ്ണിടിച്ചിലേക്ക് എത്താനുള്ളൊരു സാധ്യത മുന്നറിയിപ്പാണ്. അവിടങ്ങളിലുള്ളവർ ഒരു സൂക്ഷിക്കണം, അത് കുറച്ച് ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടെ ഇടപെടുമെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും തെളിഞ്ഞൊരു കാലാവസ്ഥയിലേക്ക് ഇന്ന് എറണാകുളം ജില്ല, മധ്യ കേരളം പൊതുവിലും തന്നെ മാറിയിരിക്കുന്നു എന്നത് ഒരു ആശ്വാസം തന്നെയാണ്. എൽദോ.